കണ്ണുനീർ പുഴയായി ചാലിയാറൊഴുകുന്നു വയനാടു പ്രണയിച്ച മക്കൾ തൻ പിണവുമായി. ഇതൊരു കവിതയാണ്. വയനാട് ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അത്രയ്ക്ക് മനോഹരമായ സ്ഥലം. പക്ഷേ ഇന്ന് വയനാടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു വല്ലാത്ത ദുഃഖമാണുള്ളത്. കാരണം വയനാട് കാണുന്ന ഈ ഉരുൾപൊട്ടലിലുണ്ടായ പ്രളയം മൂലമുണ്ടായ ദുരന്തം അത്രയ്ക്ക് കേരളം കണ്ട ഒരു വലിയ ദുരന്തമായിട്ട് മാറിയത്. ഉരുൾപൊട്ടി വരുന്ന ജലവും പാറക്കഷ്ണങ്ങളും കല്ലുകളും മരങ്ങളും എല്ലാം നമുക്ക് സങ്കല്പത്തിനപ്പുറത്തേക്കുള്ള രീതിയിൽ ഒലിച്ചിറങ്ങി ഏകദേശം 100ഓളം വീടുകൾക്ക് മുകളിലേക്ക് പതിക്കുകയും അത് അവിടെ നിന്നെല്ലാം മണ്ണോടിളക്കി ഉഴുതുമറിച്ച് അതിനെ ചാലിയാർ പുഴയിലേക്ക് തള്ളുകയും ചെയ്യും. എത്രയോ നമ്മുടെ സഹോദരങ്ങൾ ദയനീയമായ രീതിയിൽ മരണപ്പെട്ടു. നമുക്ക് കിട്ടുന്ന ജന്മം തന്നെ ഒരു എന്താണ് പറയുന്നത്, ജന്മം ഒരു ഭാഗ്യമാണ്. ജനിക്കുന്നതേ ഒരു ഭാഗ്യമാണ് ഭൂമിയിൽ. പക്ഷെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞാൽ അത് ആയുസ്സറ്റ് മരിക്കുന്നത്. നമ്മളാ ഒരു മനുഷ്യൻ എന്താണോ ജന്മം അവസാനം വരെ അതാ വൃദ്ധനായി അല്ലെങ്കിൽ ആയുസ് തരുന്നതും വരെ നമ്മൾ ജീവിച്ച് അത് മരിക്കുന്നതാണ് ഏറ്റവും വലിയ. പക്ഷേ ഇത്തരം ദുരന്തങ്ങൾ കൊണ്ടുപോകുന്നത് പ്രായമായവരല്ല മാത്രമല്ല, ചെറുപ്പക്കാർ, കൗമാരക്കാർ, കുഞ്ഞുങ്ങളെ 3 വയസ്സ് പോലും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ 3 മാസമായത് എവിടെ നോക്കിയാലും നമുക്ക് ദയനീയ കാഴ്ചകളാണ്. കരളലിയിപ്പിക്കുന്ന കാഴ്ച. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാർ. പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും അക്രമം അല്ലെങ്കിൽ പ്രകൃതിയിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ദുഷ്കർമ്മം പ്രകൃതിയെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രകൃതി ഇങ്ങനെ പ്രതികരിക്കുന്നതെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. നമ്മൾ ചന്ദ്രനെ വരെ പോകുന്നുണ്ട്. പക്ഷേ ഈ പ്രകൃതിയുടെ പ്രകടശക്തി എന്ന് പറയുന്നത് അപാരം, മനുഷ്യന് താങ്ങാൻ പറ്റത്തില്ല. ഒരു വലിയ ഒരു പാത്രത്തിൽ ഉള്ള ഒരു ജലമോ അല്ലെങ്കിൽ മണ്ണോ ഒന്ന് കുടഞ്ഞ് ലെവലാക്കി നിർത്തുമ്പോൾ എല്ലാം മണ്ണടിഞ്ഞു പോകും. ഭൂമി ഒന്ന് അനങ്ങിയാൽ മതി, ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കും. ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, കാരണം മനസ്സിൽ ഒരുപാട് വേദനയുണ്ട്. നമ്മളെ ഒരു 10 മിനിറ്റ് ഒരു മുറിയിൽ പൂട്ടിയിട്ട ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന വിമിഷ്ടവും മാനസിക സമ്മർദ്ദമൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷെ ചിലപ്പോൾ ചിലർ മണിക്കൂറുകളോളം ഇതിൻ്റെയൊക്കെ അടിയിൽ, മണ്ണിൻ്റെയും ചെടിയുടെയൊക്കെ അടിയിൽ കിടന്നിട്ടായിരിക്കാം മരണപ്പെട്ടു. ചിലർ പെട്ടെന്ന് മരണപ്പെട്ടു. ശ്വാസം കിട്ടാനും ശ്വാസം എടുക്കാനും ഉറ്റവരെ തേടിയുമൊക്കെ ചിലർ രക്ഷപ്പെട്ടവരൊക്കെ ജീവനോടിരിക്കുന്നവർ ഉറ്റവരെയായിരിക്കും തടയുന്നത്. മക്കളെ, അച്ഛനെ, അമ്മയെ, ഭാര്യയെ. വല്ലാത്ത ദയനീയ അവസ്ഥയാണ്. നമ്മൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല ആ ഒരു ദുഃഖം. പിന്നെല്ലാം വരുമ്പരായികൾ അത് ആ സമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് ആശ്വസിക്കുന്നത്. പക്ഷെ നമ്മളെ ദുഃഖത്തിലാഴ്ത്തുകയാണ് വയനാട്. ഞാൻ പറഞ്ഞ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. ഒരുപാട് നാൾ എഴുതാതിരുന്നിട്ട് എഴുതിയ കവിതയാണ്. തെറ്റുകളൊക്കെ ഒരുപാട് കാണും, കാരണം എനിക്കതിനുള്ള അറിവേ ഉള്ളൂ. ഉരുൾപൊട്ടി ഉഴുതുമറിഞ്ഞെത്തുമാജലം മലകളെപ്പോലും പിളർന്നിടുന്നു. നാളെ പുലരികൾ കാണണ്ട മക്കളോ
നന്നേ നിദ്രയിലാണ്ടിരുന്നു. നാളെ പുലരികൾ കാണണ്ട മക്കളോ നന്നേ നിദ്രയിലാണ്ടിരുന്നു. കണ്ണു തുറന്നിട്ടും കാഴ്ചകളില്ലാത കൂരിരുട്ടിൽ ഒഴുകി മാഞ്ഞവരും ഉണർന്നൊന്നുറക്കെ കരയുവാനാകാതെ നിദ്രയിൽ തന്നെ ഉയിരടർന്നു. ഉണർന്നൊന്നുറക്കെ കരയുവാനാകാതെ നിദ്രയിൽ തന്നെ ഉയിരടർന്നു. പുലരിതന്നറുവട്ടമെത്തുന്ന നേരത്ത് ഹൃദയം മുറുങ്ങുന്ന കാഴ്ചകളും തുഴതൻ നടുവിൽ തുരുത്തുകൾ പോലെ ഈ ഗ്രാമമോ ചിന്നിച്ചിതറിക്കിടക്കുന്നു. ഒരു മരച്ചില്ലയിൽ മുറുകെ പിടിച്ചമ്മ മാറോടടച്ചൊരു കുഞ്ഞുമായി. ഒരു മരച്ചില്ലയിൽ മുറുകെ പിടിച്ചമ്മ മാറോടണച്ചൊരു കുഞ്ഞുമായി. വിറങ്ങലിച്ചങ്ങനെ നിൽക്കുന്ന കാഴ്ചയിൽ കടപുഴകി ഒഴുകുമ മരക്കൊമ്പിലൊന്നിൽ ഒരു വൃദ്ധന്റെ പിണവും കുരുങ്ങിക്കിടക്കുന്നു. കടപുഴകി ഒഴുകുമ മരക്കൊമ്പിലൊന്നിൽ ഒരു വൃദ്ധന്റെ പിണവും കുരുങ്ങിക്കിടക്കുന്നു. കണ്ണുനീരൊഴിയാത്ത തീരങ്ങളിൽ ചപ്പും ചതുപ്പും വള്ളിപ്പടർപ്പൂകളും അവയിൽ പരതുന്നു ഉറ്റവർക്കായി ചിലർ പൊട്ടിക്കരഞ്ഞതെന്തേ. അവയിൽ പരതുന്ന ഉറ്റവർക്കായി ചിലർ പൊട്ടിക്കരഞ്ഞതെന്തേ. ഇന്നലെ ഓടിക്കളിച്ചൊരാ മക്കൾ തൻ ചേതനയറ്റൊരാ പൂമേനി കണ്ടിട്ടു. ഇന്നലെ ഓടിക്കളിച്ചൊരാ മക്കൾ തൻ ചേതനയറ്റൊരു പൂമേനി കണ്ടിട്ടു. വയ്യനിക്കൊട്ടുമീ കാഴ്ചകൾ കാണുവാൻ ചെളിമണ്ണാളോടിയ കുഞ്ഞിളം മേനിയേ. വയ്യനിക്കൊട്ടുമീ കാഴ്ചകൾ കാണുവാൻ ചെളിമണ്ണാൽ മൂടിയ കുഞ്ഞിളം മേനിയേ. വയ്യനിക്കൊട്ടുമീ രോദനം കേൾക്കുവാൻ വയ്യനിക്കൊട്ടുമീ രോദനം കേൾക്കുവാൻ ആ കുഞ്ഞിളം മേനിയെ കണ്ടൊരമ്മതൻ രോദനം. കണ്ണുനീർ പുഴയായി ചാലിയാറൊഴുകുന്നു വയനാട് പ്രണയിച്ച മക്കൾ തൻ പിണവുമായി. വയനാടു മണ്ണിനെ പ്രണയിച്ച മക്കൾ തൻ പിണവുമായി. താങ്ക് യു.